അങ്ങനെയാണെങ്കിൽ പങ്കുവച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കി എന്താ പറയണ്ടേ. നമ്മളിപ്പോ നമ്മുടെ വണ്ടി ഉണ്ടായി അല്ല, നമ്മളിപ്പോ നേരത്തെ പോലും ഇങ്ങനെയല്ലേ വണ്ടി. ഇപ്പൊ വണ്ടി ഉണ്ടാകും കിടക്കാതി വെക്കും. ഈ വണ്ടിന്റെ ഈ കളർ വേണ്ട ടാറ്റു ബ്ലൂ എടുക്കാൻ പറ്റും. ടാറ്റു ബ്ലൂ എടുക്കാം. ടാറ്റു ബ്ലൂ കൊള്ളാം. ടാറ്റു ബ്ലൂ അപ്പൊ നമ്മുടെ വണ്ടി കളഞ്ഞത്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ പറഞ്ഞു എടാ ഈ ലുക്കൊന്ന് മാറ്റാറുണ്ട്. എന്നിട്ട് പിന്നെ ഈ ലുക്ക് കഴിഞ്ഞിട്ട് ഈ ലുക്ക് പിന്നെയും മടുക്കും. എടാ ഈ നടക്കല്ലേ വേറെ ലുക്ക് അടിക്കുന്ന കളിയാക്കിയ അപ്പൊ തന്നെ നമ്മള് വണ്ടിന്റെ ലുക്ക് കളിയാക്കാനല്ല. നമ്മളിങ്ങനെ ഓവറാക്കിപ്പാണ് നമുക്ക് ദേഷ്യപ്പെട്ടില്ല. നമ്മുടെ എഞ്ചിൻ കണ്ടാവണ്ടേ, ബ്രേക്ക് വേണ്ട. ആരുടെ പടപടയിൽ കിടിലോ ഈ സാധനം കണ്ടോ. ബ്രേക്ക് ഉണ്ടാകും നമ്മളെ വണ്ടീന്റെ ഈ ലൈറ്റ്. ഈ കാണുന്നതാണെങ്കിൽ ലൈറ്റ് മാറ്റി. ഈ കാണുന്ന സിംഗിൾ ലൈറ്റ് ഓൾറെഡി ഇങ്ങനത്തെ ലൈറ്റ് ഇല്ല, അത് പുതിയ എടുത്തു. ആദ്യമേ സ്റ്റോക്ക് ആയിരുന്നു, പിന്നെ പുതിയ മേടിച്ച് പുതിയതിട്ട് ഇപ്പൊ കടയിലൊക്കെ ഇല്ലേ. പിന്നെ മേടിച്ച കൂടെ ഒന്ന് നോക്കിയിടത്ത കൂടി ഇട്ടു. പിന്നെ നമ്മളോട് സെൻസർ സെറ്റ് ചെയ്തിട്ടോ, അടിയിലും ഒരു സെൻസർ വെച്ചിട്ടുണ്ട്, മിററി സെൻസർ വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സെൻസർ ആയിരുന്നു, ഈ സെൻസർ എടുത്ത് വെച്ചു. സ്റ്റോക്ക് സെൻസർ അത്രയ്ക്കും ആണെങ്കിൽ പോരാ. ആണെങ്കിൽ കല്യാണം എനിക്ക് അങ്ങോട്ട് പോകണം. ഇവിടെ നിങ്ങൾ കണ്ട പുതിയ അപ്ഡേറ്റിംഗ് വന്ന സാധനങ്ങളാ. ഓൾറെഡി ഇതില്ലായിരുന്നു, ഇപ്പൊ അതായത് പുതിയ ട്രീ ഒക്കെ വല്ല അപ്ഡേറ്റ് വരുമ്പോ പുതിയ സാധനങ്ങൾ അപ്ഡേറ്റ് ആസോളാം. ആദ്യമേ ചങ്കുണ്ട്, അവനെ പിക്ക് ചെയ്യണം. താൻ കളിയാക്കിയ ചങ്ക്. ഇപ്പൊ അവനാണെങ്കിൽ ഇന്നലെ എന്തോ അവനെന്തോ ഒരുത്തം കുളിച്ചെടുത്ത കുട്ടി, അത് നമ്മുടെ ഫ്രണ്ട് തന്നെ. അവനെന്തോ വണ്ടിയെ കിടന്ന് ഡാൻസ് കളിച്ചു വണ്ടി. അവൻ എന്നെ കളിയാക്കി പറഞ്ഞു. എന്നിട്ട് അവന് അവിടെ ഇരിക്കുന്നില്ല. ഇപ്പൊ വണ്ടി ഫ്രണ്ടിൽ ജസ്റ്റ് രക്ഷപ്പെട്ട. എന്നിട്ട് അവനാണെങ്കിൽ അവൻ വരക്ക് പറഞ്ഞില്ല, വരക്ക് പറയാതെ വീട്ടിലോട്ട് കൊണ്ട് എല്ലാ ദിവസവും ഇരിക്കുന്നത്. എന്റെ പെൻസിനെ കളിയാക്കി. ഈ മാറ്റ് ബ്ലാക്ക് ചോയ്സ് നല്ല കിട്ടാൻ പോലെ നല്ല കിഡില് ബ്ലാക്ക് അടിക്കുക. ഇപ്പൊ ഒരുത്തനും കൂടി പോയിട്ടുണ്ട്, പറഞ്ഞ ഏറ്റവും പോലെ പോയി ആ റോക്കറ്റ് പൈലറ്റ്. ഇതിങ്ങനെ സ്മോക്കടിക്കാം. നമ്മുടെ ആ സ്മോക്കടിക്കാൻ കണ്ടാ ഇതല്ലേ കിടിലോവിയ സ്മൂക്കാവുന്നു. ഇവിടെ കണ്ണനെ വിളിക്കട്ടെ, കണ്ണനായിട്ട് പോണം. നമ്മുടെ കണ്ണൻ നമ്മുടെ കെവിയാണ്. നമ്മുടെ കുബി കണ്ണൻ, നമ്മുടെ കെബി കണ്ണൻ, കെബി അവൻ റൊണാൾഡോന് വേണം.
ഓക്കെ എടാ കെബി ഇടുവാണ്. ഓ എടാ നീയോ എടാ ഞാനാടാ ഫ്രാങ്ക്ലിൻ. ഓ നിന്റെ പേരൻസ് അലോപിയിലൊക്കെ എന്താ മാറ്റി എടാ ഞാൻ ഇനി വരണ്ടാന്ന് വിചാരിച്ചു. ബെൻസ് ബെൻസ് ഈ ലൈറ്റ് വന്നുകൊണ്ട് കളർ കണ്ടിട്ടില്ല. കളർ ശ്രദ്ധി അത് കേറ്. എടാ നിൽക്കില്ല കേറട്ടെ. എടാ ഇവന് കളർ എന്ത് കളറാണ് ഗൈസ്. ഇവന് ടയർ മാറ്റി. ഈ ടയർ മാറ്റിയ അലോപി മാറ്റി. എന്ത് ബ്ലൂ ആടാ പാല് വെള്ളത്തിന്റെ പാലിന്റെ ബ്ലൂ. ഓളെ ഇത് കളിക്കുന്നൂടാ. ഇത് എവിടെ നിന്ന് നീ ഒപ്പിച്ച് അവന്റെ ഫ്രണ്ട് അവൻ ബാർബിയിലായിട്ട് പോലെ അടിച്ചു. അവര് കണ്ണപ്പോ ഞെട്ടിപ്പോയി. അവനാണെങ്കിൽ ഇത് റെഡിയാക്കി തന്ന ഒരു പൈസയൊക്കെ ഞാൻ എടാ ഒരു പൈസയൊക്കെ മതിയോ? വേണ്ടടാ ഒരു പൈസയൊക്കെ നീ എന്റെ ചങ്കലോ ഒരു പൈസ മതി. ഒരു 20 മതിയെന്ന് പറഞ്ഞു. ഒരു 20ന്റെ ഒരു പൈസ 20 ഒരെണ്ണം തന്നെ. ഞാൻ 20 ഒരെണ്ണം പിടിക്കടാ. പിടിച്ചാ അടിപൊളിയില്ലേ? സെൻട്രോ കൊണ്ടാണ് അടിയൊരു ചെയ്തില്ല മെഷീനിക്കള്. അവനവിടെ ഇതിന്റെ ബ്രേക്കൊക്കെ ഏതോ ബെൻസോ മതിയോ? പിന്നെ വണ്ടി എന്താണ് തെന്നിപ്പോ? എന്റെ എന്താണ് ഒരിക്കലോ അപ്പത്തോട് നിന്റെ വണ്ടി ലോവേടാണ് അയില്. ആ മൊത്തം ലോവേടല്ല മറ്റേ അമ്മ ലോവേ അടി തട്ടുന്നു. അത്രയും തട്ടുന്നില്ല. അതേപോലെ തന്നെ അവൻ മോഡിഫിക്കേഷൻ ചെയ്തു അടി തട്ടുന്നു അതേപോലെ. ഇത് കണ്ടോ സ്മോക്കാണ് ചെയ്തത്. എല്ലാ വണ്ടിയിലും സ്മോക്ക് ഉണ്ട്. ബാക്കി സ്മോക്ക് കണ്ട ഇടുക്ക വണ്ടി അല്ല റോക്കറ്റ് റോക്കറ്റ് വന്നു. എടാ ഇപ്പാണ് ഈ ബെൻസിന്റെ പുതിയ എൻജിൻ അറിയില്ലേ? ആ എൻജിനടുത്ത് വെച്ച് അത് ബെൻസിന്റെ കാലുകൊണ്ട് പട്ടപടയത് പോകും. BMW പുതിയ എൻജിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇതിനെക്കാട്ടി വലുത്. ഇയാള് കൊറേ നേരം എടുക്കുന്നില്ലല്ലോ. ഒരു വട്ടം കൂടെ വണ്ടി മാറ്റി അതിപ്പോ ഞാൻ നിങ്ങളെങ്ങനെയാണ് ഞാൻ ബാക്കി വെച്ച് കണ്ടു പറഞ്ഞു. ആദ്യം പർപ്പിൾ ലോബിയായിരുന്നു. ഇപ്പൊ വേറെ ലോബി ആടാ ആക്കി. പിന്നെ ഒന്നും ഒരേ ഇല്ലല്ലോ അങ്ങനെ ആക്കി. ഓ അത് ശരി ഓക്കെ ഏതാ പോലും എനിക്ക് അറിയത്തില്ല. എന്തൊക്കെയോ അവനെ എനിക്കത് അറിയില്ല. ഏത് കളറ് പാട്ടപ്പണ വണ്ടി ഫോർച്യൂണർ ഇത്രയും പക്ഷെ ഞാൻ എന്റെ ഫോർച്യൂണർ കൊടുത്ത് എന്റെ ഫോർച്യൂണർ കൊടുത്ത് എന്തിനാണോ നീ വണ്ടി അടുത്ത വണ്ടി പൈസ വേണത്തിൽ പറ്റില്ല. അതെന്താണ് ബ്രൻസിന് പ്രത്യേകം
കേടില്ലടാ ബെൻസ് ബെൻസ് ഫോർച്യൂണറൊക്കെ എടുക്കുന്ന മുന്നേ തന്നെ എടുക്കുക. ഫോർച്യൂണറില്ലേ ഫോർച്യൂണറെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ എടുത്തയാ ഫോർച്യൂണറെല്ലാം വിറ്റ. ഇതൊരു ഫോർച്യൂണർ 80 ആറിന്റെ വണ്ടി. ഇത് എവിടെയോ എന്റെ വണ്ടിയാണ് 80 കണ്ട പുറകെ പോകുന്ന കണ്ട വണ്ടി. വണ്ടീനെ ഓർമ്മ വരുന്നത്. എടാ നിന്റെ കണ്ടടി ഞാൻ കപ്പലുണ്ട്. എന്റെ ഫോർച്യൂണറെ പോകുന്ന കണ്ടോടാ. അത് വളച്ചുള്ള എന്റെ ഫോർച്യൂണർ ചേട്ടാ. എടാ ഫാമിലി മിറ്റും എടാ നിന്റെ വണ്ടിയില്ലേ ഞാനെ കൊണ്ട് പിടിക്കാൻ അവിടെ ഫുൾ ആക്സിഡന്റ് കൊടുത്ത് നിർത്തി. ഇവിടെ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവൾ ദുബായിന്ന് വന്നു. ദുബായ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ മൊത്തം ഇവിടെ തൊഴിലുണ്ട്. എനിക്ക് ധൈര്യമില്ലേ? ധൈര്യം ഉണ്ടല്ലോ അടുത്ത്. ഓക്കെ നമ്മളോട്ട് ഇഷ്ടടിച്ച ഒരു വണ്ടി നേരെ പറ്റി കണ്ണാത്തില്ലേടാ. പറ്റി കണ്ണാത്തിയ ചുണ്ടളിയോ കാലുള്ള പട്ടപ്പട്ടയും പട്ടപ്പട്ടയും അങ്ങനെ പറഞ്ഞു. നേരെ പറഞ്ഞു രാജ തീരാറായി. എന്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എടുത്തേക്കായിക്കോട്ടെ. അങ്ങനെ ബൈക്ക് കൊണ്ട് പോവാ. എന്റെ സോമൻ വിളിച്ചു പറഞ്ഞു എടാ ഇത് എവിടെങ്കിലും പോവാണ്. സോമനാണെങ്കിൽ ബൈക്ക് വിറ്റ് 6-5 വയസ്സ്. അവനാ വണ്ടി കൊണ്ടോടി മടുത്തി. എനിക്ക് ഈ വണ്ടി മടുത്തിട്ടില്ല. ഒന്നാമത് ഇതെന്റെ നേരെ പോവാ. നമ്മുടെ ബെൻസിനാണെങ്കിൽ അമ്മാത് പവർ തട്ടി നല്ല പവർ. 6-5 പുതിയ തന്നെയാ.
ഇന്ന് ഞാനാണെങ്കിൽ സൈഡാക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ നമ്മുടെ നാട്ടിൽ നിന്ന് വയസ്സ് വന്നു. അവിടെ പോവല്ലേ? എടാ പോവാൻ നീയാണ്. നീയാ എടാ എവിടെ പോടാ? നിന്നെ കാണും. ഏത് നിന്റെ നിഞ്ച എവിടെ? അത് സർവീസിന് കൊടുത്ത്. അല്ല സർവീസിനല്ല, സർവീസ് എടുത്താട്ട് ഇപ്പൊ ഗത്തറി കിടക്കുക. ഗത്തറി പോയത് ഖത്തറിക്ക് ഇട്ടട വണ്ടി കൊണ്ട് ഖത്തറി കുടിച്ചു. സർവീസാണെങ്കിൽ ഖത്തറിന്ന് വണ്ടി എടുക്കണം. നിന്റെ വണ്ടി എവിടെ? അതാ ഗാരേജിൽ പൊടി പിടിച്ച് കിടക്കുക. ഗാരേജിൽ കുറെ നാളായി എടുത്തിട്ടും കൂടെ ആണോ? അത് പോവാ. പോവാ ഗ്യാപ്പില്ല, അതുകൊണ്ട് നേരെ പോവാ. അങ്ങോട്ട് പോടാ, എങ്ങോടെങ്കിലും ഇറങ്ങാം. നേരെ കാലത്ത് വിടാൻ പറ്റും. എടാ എന്താണോ ഒരുമിച്ച് ഇങ്ങനെ പോവാ. അതിലെ കൂടെ വരാം, ഇതിലെ കൂടെ കേറി പോവാ. അതെ, അതിലെ കൂടെ വരാം. ഇവിടെ നിൽക്കണം. എടാ നീയാ? എടാ പ്രാണിയ നീയാ? നീ അപ്പൊ ഇങ്ങോട്ട് കാണുന്നു. കൊറേ ദിവസം ഗത്രയൊന്നും കണ്ടില്ലല്ലോ. അവിടെയൊക്കെ ഭയങ്കര ഗത്രയാണെങ്കിൽ അടിച്ചു ഇവിടെയൊക്കെ ഇപ്പൊ ഗത്രയാണെങ്കിൽ ഭയങ്കര അടിയായി. നമ്മളിപ്പോ ജപ്പാനിലല്ലേ, അതുകൊണ്ട് അടിയെല്ലാം കുറഞ്ഞു. അതും ശരിയാണല്ലേ, നമ്മള് ജപ്പാനില്ല, അതുകൊണ്ട് അടിയെല്ലാം കുറഞ്ഞു. ഇപ്പൊ അത്രയും ഭയങ്കര അടിയാണ്. അടിച്ച വിസേ വരെ അവിടെ ഇനി നിക്കാൻ പോലും പറ്റൂല. വിസയിൽ അടിയുന്ന പോലെ അടിയായി ഇപ്പോളെ. അതൊക്കെ അവിടെ വിസയിലുള്ളതല്ലേ, ആ വിസയിൽ പോലത്തെ അടിയാ. വിസയില് കാട്ടി ഒരു അടിയാ. ബോംബിട്ട് അവിടെ മുത്ത. ഇപ്പൊ ബോംബിട്ട് ഇപ്പൊ ഖത്തറിൽ തീ പിടിച്ചു കിടക്കുവോ അവിടെ. അവിടെ തീ പിടിച്ചു കിടക്കും. ഞാൻ കണ്ടില്ലേ. എടാ ഖത്തറിൽ സിറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഖത്തറില് ഹൈവേ വരെ അവിടെ പൊട്ടിച്ചു കിടക്കുവോ. ഹൈവേ വരെ ബോംബ ഇപ്പൊ. ആണോ? ഹൈവേ വരെ ബോംബാണോ? ഹൈവേ സോമ ആണോ ഫ്രണ്ട്? ഇതാരാ? എന്റെ ഫ്രണ്ടാണ്. ഖത്തറിലെ ഫ്രണ്ടാ. ഇവനിപ്പൊ ജപ്പാനിൽ വന്നെയാ. എടാ ഫ്രണ്ട്, നീ നാട്ടിലും പോയതേ ഉള്ളു ഇന്നലെ. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. ഖത്തറിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. നിന്റെ ഉടുപ്പി തോന്നടാ. ആടാ നാട്ടിൽ എത്തുമ്പോ എന്റെ കോസ്റ്റ്യൂം മൊത്തം മാറും. എനിക്ക് താടി പോവും. മൊട്ടത്തലയല്ല, മുടിയൊക്കെ ഞാൻ വളരും. പിന്നെ ഞാൻ മൊട്ടത്തലയാക്കിയതാ. ഓടാ എടാ എന്റെ ഫ്രണ്ടാളാ ഇവൻ. ഖത്തറിയില്ല, ജപ്പാനിലൊക്കെ ജോലി കിട്ടത്തുള്ളു.
എടാ ഇവനാണെങ്കിൽ ഖത്തറി എടാ നിനക്ക് എന്താടാ ഈ ഖത്തറി പോണോന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പൈസ ഇല്ലടാ. ഖത്തറി പോണം ഇഷ്ടംപോലെ കാശ്. ഇഷ്ടംപോലെ കാശ് ഖത്തറി പോയാണെങ്കിൽ